അധ്യാപക വിദ്യാർത്ഥി ഗുരുശിഷ്യ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്ന കാലത്ത് അധ്യാപക ശ്രേഷ്ഠനായ കോഴിശ്ശേരി ബാലരാമനെ അനുസ്മരിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിയായ നിലയ്ക്ക് അവാർഡ് നൽകിയത് ഏറ്റവും ഉചിതമാണെന്ന് മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ. പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധ്യാപക വിദ്യാർത്ഥി ഗുരുശിഷ്യ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്ന കാലത്ത് അധ്യാപകനായ കോഴിശ്ശേരി ബാലരാമനെ അനുസ്മരിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിയായ നിലയ്ക്ക് അവാർഡ് നൽകിയത് ഏറ്റവും ഉചിതമാണെന്ന് മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമന്റെ സ്മരണയ്ക്കായി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ. കുട്ടികളെ എങ്ങനെ അല്ലെങ്കിൽ പുതിയ തലമുറ എങ്ങനെ വഴിതെറ്റിക്കണം എന്നതിനെ പറ്റിയാണ് ആസൂത്രിതമായി നീക്കുന്നത്. സീരിയൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ ഈ ചെറിയ കുട്ടികൾക്കുള്ള സീരിയലിലെ നമ്മുടെ ഏത് സീരിയലാണ് കുട്ടികൾക്ക് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത്? തികഞ്ഞ അന്ധവിശ്വാസമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസം മാത്രം. വിശ്വാസത്തെ പറ്റിയല്ലേ അന്ധവിശ്വാസം. വൈകല്യമാർന്ന വ്യക്തിത്വങ്ങളെ പറ്റിയിട്ടുള്ള കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടുള്ള പരിപാടികൾ. ഡോക്ടർ കെ കൃഷ്ണദാസ് ചെയർമാനും ഡോക്ടർ വി കൃഷ്ണകുമാർ, പ്രൊഫസർ കെ രേഖ എന്നിവർ അംഗങ്ങളായുള്ള ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. നടനും സംവിധായകനുമായ മധുബാലനാണ് പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമൻ പുരസ്കാരം സമ്മാനിച്ചത്. ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റികളും ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ എൻ സുകുമാരപിള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ.ജി. സന്തോഷ് സ്വാഗതം പറഞ്ഞു. കെ.പി.എസ്.സി സെക്രട്ടറി ഷാജഹാൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. എ. മഹേന്ദ്രൻ, ഡോക്ടർ പി.കെ. ജനാർദ്ദനക്കുറുപ്പ്, മണ്ഡലം സെക്രട്ടറിമാരായ എ.എസ്. സുനിൽ, എൻ. ശ്രീകുമാർ, യു. മുഹമ്മദ്, ചെയർപേഴ്സൺ പ്രൊഫസർ കോഴിശ്ശേരി ശാന്തകുമാരി, സെക്രട്ടറി കുമ്പളത്ത് മധുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.